ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 3 നോമ്പിൻ്റെ നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്താണ് ഈ 3 നോമ്പ്? ഏത് സഭയിലാണ് 3 നോമ്പ് ആരംഭിച്ചത്? നമ്മുടെ സഭയിൽ 3 നോമ്പുണ്ടായിരുന്നോ? ഞങ്ങളത് കേട്ടിട്ടില്ലല്ലോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, ഇന്ന് കേരള സഭയിൽ ഏതൊക്കെ പ്രദേശങ്ങളിലും ദേവാലയങ്ങളിലുമാണ് 3 നോമ്പ് കാര്യമായിട്ട് ആചരിക്കുന്നത്? 3 നോമ്പിൻ്റെ നോമ്പ് വീടൽ എന്നാണ്. തുടർന്ന് ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളുമൊക്കെ 3 നോമ്പുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട്. ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ അല്ല എന്ന ആമുഖത്തിൽ തന്നെ പറയട്ടെ. അതായത് 3 നോമ്പിനെ സംബന്ധിച്ച് ഒത്തിരി പണ്ഡിതർ കാര്യമായ ലേഖനങ്ങൾ എഴുതുകയും അതിനെക്കുറിച്ച് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുഴുവൻ ഒരു ആവർത്തനമോ അതിൻ്റെ മുഴുവൻ ഒരു സംക്ഷിപ്ത രൂപമോ ആയി ഈ വീഡിയോ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ദൈവജനത്തിന്, പൊതുജനത്തിന് ഒരു മിനിമം അറിവ് 3 നോമ്പിനെ കുറിച്ച് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് താല്പര്യത്തോടെ ഈ വീഡിയോ ശ്രവിക്കുവാനും ഒപ്പം മറ്റുള്ളവരിലേക്ക് ഇത് പങ്കുവയ്ക്കാനും ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. 3 നോമ്പ് സീറോ മലബാർ സഭയിലെ സഭ നിർദ്ദേശിക്കുന്ന 5 നോമ്പുകളിൽ ഒരു നോമ്പാണ്. നമുക്കറിയാം, സീറോ മലബാർ സഭയിൽ 5 നോമ്പുകൾ ഉണ്ട്. 50 നോമ്പ്, 25 നോമ്പ്, 15 നോമ്പ്, 8 നോമ്പ്, 3 നോമ്പ്. ഈശോയുടെ പിറവിക്കൊരുക്കമായി 20 ദിവസം നോമ്പ്, അവൻ്റെ ഉയർപ്പിനൊരുക്കമായി പീഡാസഹനത്തെ അനുസ്മരിച്ച് 50 ദിവസം നോമ്പ്, മാതാവിൻ്റെ സ്വർഗാരോപണത്തിന് മുമ്പ് 15 ദിവസം നോമ്പ്, പിറവിക്ക് മുമ്പ് മാതാവിൻ്റെ പിറവി തിരുനാളിന് മുമ്പ് 8 ദിവസം നോമ്പ്, കൂടാതെ ഈ 3 നോമ്പ്. 3 നോമ്പ് എന്നാണ്. ബാക്കി നോമ്പുകളുടെയൊക്കെ ദിവസങ്ങൾ നമുക്കറിയാം. എന്നാണ് ഈ 3 നോമ്പ്? 3 നോമ്പ് പേത്രത്തായിൽ നിന്ന് 3 ആഴ്ച പുറകോട്ട്, 18 ദിവസം പുറകോട്ട് കണക്കാക്കിയിട്ടാണ് തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ നോമ്പ് ആചരിക്കുന്നത്. അതുകൊണ്ട് 18-ാം ഇടം എന്നും ഈ നോമ്പിനെ പറയാറുണ്ട്. ബാബൂസ നോമ്പെന്നും നിനിവേ യാചന എന്നും ഈ നോമ്പ് അറിയപ്പെടാറുണ്ട്. നിനിവേക്കാരുടെ നോമ്പ് എന്നും അറിയപ്പെടുന്നു. യോനാ പ്രവാചകൻ 3 നാൾ തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ കിടന്ന് അതിനുശേഷം ദൈവിക പദ്ധതിയുടെ നിനിവേ തീരത്തേക്ക് ഛർദ്ദിച്ചിടപ്പെട്ട് മാനസാന്തരപ്പെട്ട് ജനത്തെ മാനസാന്തരപ്പെടുത്തി എടുത്തതിൻ്റെ ഓർമ്മയായി ഈ നോമ്പ് ആചരിക്കുന്നു. ഒപ്പം തന്നെ AD 570, 580 കാലത്ത് പേർഷ്യയിലെ നിനിവെ ഉൾപ്പെടുന്ന നഗരങ്ങളിൽ ഉണ്ടായ ഒരു എപ്പിഡമിക്, ഒരു പാൻഡമിക്, ഒരു പകർച്ചവ്യാധിയിൽ നിന്ന് ജനം തങ്ങളെ തന്നെ സുരക്ഷിതരാക്കാൻ ദൈവത്തിൻ്റെ സഹായം യാചിച്ച്, കർത്താവിൻ്റെ കൃപ യാചിച്ച് നോമ്പെടുത്തു പ്രാർത്ഥിച്ചു. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ 3 ദിവസം നോമ്പെടുത്ത് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിൻ്റെ തുടർച്ചയായി ഇത് മാറുന്ന ലക്ഷണം കാണിച്ചപ്പോൾ വ്യാഴാഴ്ച അവർ നോമ്പ് വീടൽ ആഘോഷിച്ചു. പിന്നീട് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനായി എല്ലാ വർഷങ്ങളിലും, അങ്ങനെ ഒരു പകർച്ചവ്യാധി ആ പ്രദേശത്തുണ്ടാകാതിരിക്കാനായി എല്ലാ വർഷവും നോമ്പെടുക്കുന്ന രീതി വന്നു. അപ്പം അങ്ങനെ 2 രീതി, 2 സോഴ്സ് പറയാം. ഒന്ന് നിനിവേക്കാരുടെ അനുതാപത്തിൻ്റെ ഓർമ്മയായും, ഒപ്പം ഈ പറഞ്ഞ AD 570, 580 കാലഘട്ടത്തിൽ പേർഷ്യൻ നഗരങ്ങളിലുണ്ടായ ഈ പകർച്ചവ്യാധിയുടെ കാലത്ത് അവരെടുത്ത നോമ്പായും ഒക്കെ. ഇപ്പം നിനിവെ ഉൾപ്പെടുന്ന പ്രദേശം പൗരസ്ത്യ സുറിയാനി സഭയുടെ പ്രദേശമായതുകൊണ്ട് തന്നെ ഇത് അവിടെ ഉടലെടുത്ത ഒരു നോമ്പാണ്. പൗരസ്ത്യ സുറിയാനി സഭയുമായി ഭാരത നസ്രാണി സഭയ്ക്ക് വളരെ ശ്രേഷ്ഠമായ ബന്ധമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ നോമ്പ് ഇങ്ങോട്ടും പടർന്നു വന്നു. ഭാരത സഭയിലേക്ക്, നസ്രാണി സഭയിലേക്ക് ആ നോമ്പ് പഴയ ആർട്ടിക്കിൾസിലൊക്കെ ഉദയംപേരൂർ സൂനകദോസ് ഉൾപ്പെടെയുള്ള ലേഖനങ്ങളിൽ ഇതിൻ്റെ സൂചനകൾ കാണാൻ പറ്റും. ഭാരത നസ്രാണി സഭയാകട്ടെ, നസ്രാണി സഭ അറിയപ്പെടുന്നത് തന്നെ നോമ്പിൻ്റെ സ്നേഹിതർ എന്നാണ്. നോമ്പിൻ്റെ സ്നേഹിതർ, പരിത്യാഗത്തിൻ്റെ, ആബ്സ്റ്റിനൻസിൻ്റെ ഒരു ജീവിത ശൈലിയായിരുന്നു നസ്രാണി സഭയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ നോമ്പ് നമ്മുടെ ശീലത്തിൻ്റെ, ഭാരത നസ്രാണി സഭയുടെ നല്ല പാരമ്പര്യത്തിൻ്റെ, ശ്രേഷ്ഠ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ഈ 3 നോമ്പെന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ ഈ നോമ്പെടുക്കുന്നത് എങ്ങനെയാണ്? തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നു. 3 ദിവസവും കഴിവതും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. വ്യാഴാഴ്ചയാണ് നോമ്പ് വീടലായിട്ട് ആഘോഷിക്കുന്നത്. ഈ 3 നോമ്പിൻ്റെ ദിവസങ്ങളിൽ തന്നെ ബുധനാഴ്ച നെസ്തോറിയോസിൻ്റെ അനാഫ്രയാണ് പരിശുദ്ധ കുർബാനയിൽ ചെല്ലാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ആണ്ടുവട്ടത്തിൽ 5 ദിവസങ്ങളിൽ മാത്രമാണ് അത് ചെല്ലാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ബാക്കി ദിവസങ്ങളിലും ചെല്ലാം, പക്ഷെ കുറഞ്ഞ പക്ഷം ഈ 5 ദിവസങ്ങളിലെങ്കിലും ചെല്ലേണ്ടതാണ് നെസ്തോറിയോസിൻ്റെ, നമ്മുടെ 3-ാം അനാഫ്രയായ അദ്ദായിമാറി അനാഫറ, തെയദോറിൻ്റെ അനാഫറ, 3-ാം അനാഫറയായ നെസ്തോറിയോസിൻ്റെ അനാഫറ. അതേതൊക്കെ ദിവസങ്ങളിലാണ്? ആ ദിവസങ്ങൾ ഇതിനു മുമ്പ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ദനഹ തിരുനാള്,
സ്നാപക യോഹന്നാൻ്റെ തിരുനാൾ, ഗ്രീക്ക് സഭാപിതാക്കന്മാരുടെ തിരുനാൾ, 3 നോമ്പിൻ്റെ ബുധനാഴ്ച, അതുകൂടാതെ പെസഹ വ്യാഴാഴ്ച. ഈ 5 ദിവസങ്ങളിലാണ് നെസ്തോറിയോസിൻ്റെ അനാഫറ. അപ്പോൾ 3 നോമ്പിൻ്റെ ബുധനാഴ്ച നെസ്തോറിയോസിൻ്റെ അനാഫറ ചൊല്ലി പരിശുദ്ധ കുർബാന അർപ്പിക്കേണ്ട ദിവസമാണ്. എന്നിട്ട് വ്യാഴാഴ്ച നമ്മൾ നോമ്പ് വീടൽ ആഘോഷിക്കും. അനുതാപത്തിൻ്റെ പശ്ചാത്താപത്തിൻ്റെ ധ്യാനങ്ങളാണ് ഈ ദിവസങ്ങളിൽ നടക്കേണ്ടത്. നമ്മുടെ സഭയുടെ യാമപ്രാർത്ഥനകളിലൊക്കെ ഈ ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. അത് മുൻകാലത്തുൾപ്പെടെ ആ ഒരു പ്രാർത്ഥനയുടെ ശൈലിയിലാണ്. പ്രത്യേകിച്ച് പണ്ട് കാലത്ത് ദേവാലയങ്ങളുടെ മുറ്റത്തും സമീപ പ്രദേശങ്ങളിലുമൊക്കെ മനുഷ്യർ കൂടാരമടിച്ച് താമസിച്ച് ഭജന ഇരുന്ന് പ്രാർത്ഥിച്ചൊരു കാലമായി ഈ 3 നോമ്പ് അറിയപ്പെടുന്നുണ്ട്. ഒട്ടുമിക്ക പള്ളികളിലും, എടപ്പള്ളി ഉൾപ്പെടെയുള്ള പള്ളികളിൽ 3 നോമ്പ് ഉണ്ടായിരുന്നതായി സൂചനകളുണ്ട്. 3 നോമ്പിൻ്റെ ആചരണങ്ങൾ ഉണ്ടായിരുന്നതായി സൂചനകളുണ്ട്. ഇന്ന് നമ്മൾ അധികം ഈ 3 നോമ്പിൻ്റെ ആചരണങ്ങൾ കാണുന്ന ചില ദേവാലയങ്ങൾ കടുത്തുരുത്തി പള്ളിയിൽ പുറത്തു നമസ്കാരം എന്ന പേരിൽ ചൊവ്വാഴ്ച ഈ കൽക്കുരിശിൻ്റെ മുമ്പിൽ, ദേവാലയ മുറ്റത്ത് കൽക്കുരിശിൻ്റെ മുമ്പിൽ ഒരു പുറത്തു നമസ്കാരം നടത്താറുണ്ട്. ഇപ്പോൾ പല പള്ളികളിലും ആ പുറത്തു നമസ്കാരത്തിൻ്റെ ഒരു ശീലം, ഒരു രീതി തുടങ്ങി വരുന്നുണ്ട്. ഞാൻ വികാരിയായിരിക്കുന്ന, ഇനി കുറച്ച് കഴിയുമ്പോൾ വികാരിയായിരുന്ന എന്ന് പറയണം, വികാരിയായിരിക്കുന്ന തകഴി തന്നടി പള്ളിയിലും ഞങ്ങൾ ഇത്തരം തിരുനാളുകളുടെ ഭാഗമായി, ഈ നോമ്പിൻ്റെയൊക്കെ ഭാഗമായി കൽക്കുരിശിൻ്റെ മുമ്പിൽ കൽവിളക്ക് തെളിച്ച് പുറത്തു നമസ്കാരം ചൊല്ലി ഈ തിരുനാളിലേക്ക് ഒരുങ്ങുന്ന രീതി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ കുറവിലങ്ങാട് പള്ളിയിലെ കപ്പൽ പ്രതിഷ്ഠം, യോനാ പ്രവാചകന്റെ നിനിവയിലേക്കുള്ള വരവിനെ അനുസ്മരിച്ചുള്ള കപ്പൽ പ്രതിഷ്ഠം ഒക്കെ നടത്തുന്നത് ഈ 3 നോമ്പിൻ്റെ പശ്ചാത്തലത്തിലാണ്. ചൊവ്വാഴ്ചയാണ് അതും നടത്തുന്നത്. കടുത്തുരുത്തി പള്ളിയിലും ചൊവ്വാഴ്ചയാണ് ഈ പുറത്ത് നമസ്കാരം നടത്തുന്നത് എന്നാണ് അറിവ്. ഞങ്ങളുടെ അതിരൂപതയിൽ, ചങ്ങനാശ്ശേരി അതിരൂപതയിൽ 3 നോമ്പിൻ്റെ ആചരണം ഏറ്റവും നന്നായി നടന്നിരുന്നൊരു പള്ളി പുളിങ്കുന്ന് പള്ളിയാണ്. 3 നോമ്പിൻ്റെ, അവിടെ പ്രത്യേകിച്ച് മധുരക്കറി നേർച്ച, അത് വ്യാഴാഴ്ചയാണ് നടത്തപ്പെടുന്നത്. നോമ്പ് വീടലിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി മധുരക്കറി നേർച്ച നടത്തപ്പെട്ടിരുന്ന ഒരു ദേവാലയമാണ് മുൻകാലങ്ങൾ തൊട്ട്. പക്ഷേ ഇടക്കാലത്തൊരു 10-60 വർഷങ്ങളോളം ഈ മധുരക്കറി നേർച്ച പുളിങ്കുന്ന് പള്ളിയിൽ മുടങ്ങിക്കിടന്നിരുന്നു. പിന്നീട് 2015-19 കാലഘട്ടത്തിൽ അവിടെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ചൂരവടിയച്ഛൻ്റെ കാലത്താണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. 2017 അവിടെ തൊട്ട് ഇങ്ങോട്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് പുളിങ്കുന്ന് ഫൊറോന പള്ളിയിലെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ടോം പുത്തങ്കളച്ചനെ വിളിച്ച് ചോദിച്ചു, അച്ചോ അവിടെ മധുരക്കറി നേർച്ച ഉണ്ടോ ഇത്തവണ? അപ്പം അച്ഛൻ പറയുകയായിരുന്നു, വ്യാഴാഴ്ച വൈകിട്ട് 4:30 പരിശുദ്ധ കുർബാനയെ തുടർന്ന് ആ മധുരക്കറി നേർച്ച ഉണ്ട് എന്ന് പറയുകയായിരുന്നു. അപ്പം ഇങ്ങനെ പല വിധത്തിൽ, പല ദേവാലയങ്ങളിൽ പല രീതിയിൽ ഈ 3 നോമ്പ് എടുക്കുന്ന രീതിയുണ്ട്. നമ്മുടെ ദേവാലയങ്ങളോട് ചേർന്നുമൊക്കെ ഈ 3 നോമ്പിൻ്റെ സംസ്കാരം നമുക്ക് തിരിച്ചു പിടിക്കാം. ഒപ്പം ഈ പറഞ്ഞ ദേവാലയങ്ങൾ ഏതെങ്കിലുമൊക്കെ നമുക്ക് റീച്ചബിൾ ഡിസ്റ്റൻസിലാണെങ്കിൽ, പുളിങ്കുന്ന് പള്ളിയോ കടുത്തുരുത്തി പള്ളിയോ കുറവിലങ്ങാട് പള്ളിയോ ഒക്കെ നമുക്കൊന്ന് എത്താവുന്ന ദൂരത്താണെങ്കിൽ നമുക്ക് അവിടം വരെയൊക്കെ ഒന്ന് യാത്ര ചെയ്ത് ഈ 3 നോമ്പിൻ്റെ ചൈതന്യത്തിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുകയും ചെയ്യാം. പ്ലസ് നമ്മുടെ ഫീഡ് മൈ ഷീപ്പിൻ്റെ പ്രേക്ഷകരായ നിങ്ങളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, നമുക്ക് ഈ നോമ്പെടുക്കാം. ഞാൻ ബ്ലസ് 364 ജസ്റ്റ് സൂചിപ്പിച്ചായിരുന്നു, ഒരു പക്ഷേ നമ്മുടെ നോമ്പുകളിൽ ദിവസത്തിൻ്റെ എണ്ണം കൊണ്ട് ഏറ്റവും ചെറിയ നോമ്പല്ലേ 3 നോമ്പ്. കുറഞ്ഞ പക്ഷം 3 ദിവസമെങ്കിലും ചില ഇഷ്ടങ്ങളോടൊക്കെ അകലം പാലിച്ച്, ചില പ്രിയങ്ങളോടൊക്കെ ഒരല്പം ദൂരം പാലിച്ച്, ഒരു നോമ്പിൻ്റെ ചൈതന്യത്തിലേക്ക്, അനുതാപത്തിൻ്റെ, രമ്യപ്പെടലിൻ്റെ, പാപത്തോട് അകലം പാലിക്കുന്നതിൻ്റെ, മറ്റുള്ളവർ ക്ഷമിക്കുന്നതിൻ്റെ ഒക്കെ ഒരു ശൈലിയിൽ, ഒരു ചൈതന്യത്തിൽ ഈ നോമ്പെടുക്കാൻ ഏവരെയും സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമീൻ. താങ്ക് യു.